Hi, hello. Welcome you all to yet another video of MRP the Educator. Here I am before you to introduce a few new generation terms. It's quite interesting that we apply these new generation terms in our communication day-to-day utterances. There are a lot. Among these I am going to introduce you about a few. Let's start with the first one, lit. Lit means something exciting, fun or entertained. Yesterday's function was a very lit. വളരെ എൻജോയ് ചെയ്യുന്ന, ആസ്വദിച്ച അല്ലെങ്കിൽ നന്നായി തുറന്ന് സന്തോഷിച്ച ഒരു സാഹചര്യത്തെ കുറിക്കാനാണ് നമ്മൾ ലിറ്റ് എന്ന പദം ഉപയോഗിക്കുന്നത്. നമ്പർ 2, salty. Salty means to become upset, disappointed or frustrated over something. She is still salty because she missed the bus. വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവുക, എന്തിനെങ്കിലും കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വ്യാകുലപ്പെടുക, അതിനെയാണ് നമ്മൾ സോൾട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് സോൾട്ടി എന്ന ഈ ഒരു ന്യൂ ജനറേഷൻ ടേം ഉപയോഗിക്കാം. നമ്പർ 3, ക്ലൗഡ്. ടു ഗെയിൻ പോപ്പുലാരിറ്റി ഓൺ സോഷ്യൽ മീഡിയ. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ബീൻ ഡൂയിങ് എവറിത്തിങ് ജസ്റ്റ് ഫോർ എ ക്ലൗഡ്. സോഷ്യൽ മീഡിയയിൽ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിരന്തരമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സോഷ്യൽ മീഡിയ വഴി ശ്രമിക്കുന്നു. അത്തരത്തിൽ ഉള്ളവരെ അല്ലെങ്കിൽ അതിനെ ശ്രമിക്കുന്നവരെ കുറയ്ക്കുവാനെ നമുക്ക് ഉപയോഗിക്കാവുന്ന പദമാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ 4, ടീ. ഹിയർ ടീ ഈസ് നോട്ട് ഇൻ ദ ജനറൽ സെൻസ് ഓഫ് ദാറ്റ് ഡ്രിങ്ക് ദാറ്റ് വി ഹാവ്. ദിസ് ഈസ് സംതിങ് ടു സ്പ്രെഡ് റൂമർ ഓർ ഗോസിപ്പ് അബൌട്ട് സംബഡി എൽസസ്. എക്സാമ്പിൾ, she loves to spill candles about the latest celebrities. നിരന്തരമായി ഗോസിപ്പ് പ്രചരിപ്പിക്കുന്നു, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നു. അതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ന്യൂ ജനറേഷൻ ടേം ആണ് ടീ എന്ന് പറയുന്നത്. നമ്പർ 5, snack. Snack is also not in the general sense of that the snack or the eatable that we have during our break time. Here snack means someone who looks very attractive, very appealing. വളരെ മനോഹരമായി തോന്നുന്ന അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾസ് അല്ലെങ്കിൽ ഹാൻസം ആയിട്ടുള്ള ജെൻസ്, ഇവരെയൊക്കെ കുറിക്കാനുള്ള പദമാണ് സ്നാക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ലുക്സ് വെരി സ്നാക്ക് ഇൻ ഹർ ന്യൂ അറ്റയർ. അവരുടെ പുതിയ ഡ്രസ്സിൽ അവളെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ സ്നാക്ക് എന്ന വേർഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. I hope this video is quite useful for you as it discussed a few new generation terms and how can we apply in our daily utterances. Stay tuned for the further updates or the videos related to English vocabulary. If you like this video, don't forget to like, share and subscribe. See you next time. Till then, it's MRP the Educator.